ഹായ് ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരോടും ഒരു നന്ദി പറയുക കേട്ടോ. ഇന്നലെയാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത്. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്നൊരു പനീർ ബിരിയാണിയാണ്. ബിരിയാണിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബിരിയാണിക്കുള്ള അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ഞാനിപ്പോൾ ചെറിയ റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് 3 ഗ്ലാസ് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിട്ട് വാരി വെച്ചിരിക്കുന്നതാട്ടോ. 2 ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ക്യാരറ്റ്, 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല എരിവുള്ള പച്ചമുളകാട്ടോ. നാരങ്ങയും മല്ലിയിലയും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം പനീറാണ്. ഇനി വേണ്ട പൊടി ഐറ്റംസ്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ കുറയ്ക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് നമ്മൾ നാച്ചുറലായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് സാദാ ജീരകം, കറുവാപ്പട്ട, 3 ഏലയ്ക്ക, ഗ്രാമ്പു. ഇത്ര ഐറ്റംസ് വേണം. ഇനി നമുക്ക് ആദ്യം റൈസ് റെഡിയാക്കി വെക്കാം. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമുക്കിത് കോരി എടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പ്, പിന്നെ ജീരകം ഒഴിച്ചിട്ടുള്ള മസാല ഐറ്റംസ് ഇല്ലേ, ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, ഇത്രയും ചേർത്തു. ഒരു 1/4 വേവാകുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് നമ്മൾ കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ഓരോ പീസായിട്ട് ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ചെറിയ ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം കേട്ടോ. അങ്ങനെ ഈ പാകത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോരി മാറ്റാം. ഈ പാനിലേക്ക് തന്നെ എടുത്തു വച്ചിരിക്കുന്ന നെയ്യുടെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇടാം. എന്നിട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണ പാകം, അല്ലെങ്കിൽ ഇത് സവാള ഒരു ട്രാൻസ്പെറൻ്റ് ആവില്ലേ, ആ പാകം വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അത് തക്കാളി ഒരു നന്നായിട്ട് വെന്തുടയണ പാകം എത്തണം കേട്ടോ. ഈ അരപ്പിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർക്കാം. റൈസ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഈ അരപ്പിന് വേണ്ടി വരുന്ന ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് വേഗം വഴഞ്ഞ് കിട്ടാനും എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വഴച്ചെടുക്കാം. ഇനി നന്നായിട്ടിരുന്ന് എണ്ണ തെളിഞ്ഞോട്ടെ. അങ്ങനെ അതെ ഈ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഓരോന്നായിട്ട് ഓരോ മസാല ഐറ്റംസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. വഴഞ്ഞ് എണ്ണ തെളിയുന്ന പാകത്തിനാവും. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം അതോടെ ചൂടോടുകൂടി ചേർക്കാം. ചേർത്തിട്ട് ആ ഗ്രേവി ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രേവി ഏകദേശം ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാ നീര്, അരമുറി ഫുൾ വേണ്ട, നാരങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ബാലൻസ് ഉള്ള നെയ്യ് കൂടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ സാദാ ജീരകം വെച്ചിട്ടില്ലേ, അത് ചേർത്ത് പൊട്ടിക്കാം. ഈ സാദാ ജീരകം പൊട്ടിക്കുമ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള ഫുഡ് സ്ട്രീറ്റിലൊക്കെ പോയ പോലെ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. ഇനി റൈസ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫുൾ റൈസും ചേർത്തിട്ട് അതിലേക്ക് ഗ്രേവി ഇട്ട് കൊടുക്കാം. ഗ്രേവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ സ്പൈസി ആയിട്ടുള്ള ഗ്രേവിയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഗ്രേവി ഫുള്ള് ഇപ്പം നമ്മളിത് ഫുള്ള് എടുക്കുകയാണ്. നമ്മൾ ഫുള്ള് എടുത്തിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് പനീറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പനീറിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഉടഞ്ഞു പോകരുത് പനീർ കേട്ടോ, ശ്രദ്ധിക്കുക. പയ്യെ ഇളക്കിയാൽ മതി. എന്നിട്ട് മല്ലിയില വേണ്ടതാണ്. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലിയില്ലേ, അതിൻ്റെ 2 ഇല പറിച്ചും ഏകദേശം സ്മെല്ലും ഗുണമൊക്കെ ഒരേപോലെ കിട്ടും. ആ 2 എണ്ണം വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബിരിയാണിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.